ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. അങ്ങനെ എൻ്റെ മക്കള് 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു 6ാം ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് വെക്കേഷൻ ആണ്, അവധിക്കാലമൊക്കെ എൻ്റെ മക്കൾ അടിച്ചു പൊളിക്കുന്നുണ്ടാവുമെന്ന് മിസ്സിന് അറിയാം. നമ്മളെന്താ വിഷു ഒക്കെ കഴിഞ്ഞ് നല്ല പടവും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഉഷാറാക്കി ഗംഭീരാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഇനി നമ്മുടെ സിലബസ് മാറാൻ പോവാണ് അല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവാണ് മക്കളെ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് അറിയത്തില്ല എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് എന്താണ് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വജ്ര ബാച്ച് ഒക്കെ ഉണ്ട്. നിങ്ങൾ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചുമ്മാ ഇരിക്കുകയല്ലേ, ഇപ്പൊ വീട്ടിലെല്ലാവരും കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് GK പഠിച്ചാലോടാ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം മക്കളെ. നമ്മുടെ ഹൈക്കോർട്ട് സീറ്റ് ഓഫ് കേരള ആൻഡ് ലക്ഷദ്വീപ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് USSന് ഉപകരിക്കും കേട്ടോ. എവിടെയാ? ഇവിടെ നമുക്ക് തിരുവനന്തപുരം ഉണ്ട്, കൊച്ചി ഉണ്ട്, കൊൽക്കത്ത, തൃശ്ശൂർ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെയാ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും കൊച്ചിയിലാണെന്ന് പറയാൻ പറ്റില്ലേ, കൊച്ചിയിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, then which one is the highest populated district in Kerala? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? നമുക്ക് പറയാൻ പറ്റും, അത് മലപ്പുറമാണ് അല്ലേ. ആൻസർ എന്താണ്? മലപ്പുറമാണ് കറക്റ്റ് ആൻസർ. Okay, then which one is the longest river in Kerala? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യെസ്, നമുക്കറിയാം, പെരിയാർ അല്ലേ. പെരിയാറേ കേട്ടില്ലേ, പെരിയാർ നദിയാണ് ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത്. മറ്റൊന്ന്, which one is known as the cultural capital of Kerala? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല. ഓക്കെ, നെക്സ്റ്റ്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ പഴശ്ശിരാജയാണ് അല്ലെ. പഴശ്ശിരാജ എന്ന് പറയും. ഓക്കെ, അത് മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, പഴശ്ശിയാണ് അല്ലെ. പഴശ്ശിരാജയാണ് എന്താ ആൻസർ വരുന്നത്. മറ്റൊന്ന്, which festival of Kerala marks the new year? കേരളത്തിന്റെ ഏത് ഉത്സവമാണ് പുതുവർഷത്തെ അടയാളപ്പെടുത്തുന്നത്? വിഷു ഉണ്ട്, ഓണം ഉണ്ട്, ആറാട്ടുണ്ട്, പൂരം ഉണ്ട്. നമുക്കറിയാൻ പറ്റും എന്തൊക്കെ. ആദ്യം തന്നെ ന്യൂ ഇയർ ആകുമ്പോൾ ഫസ്റ്റ് ഉള്ള ആഘോഷം ഏതാണ്? അത് വിഷു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വായനാ ദിനം എന്നാണ്? ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് പറയണ്ടെന്നറിയാം, നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, നമ്മുടെ ജൂൺ 19 വായനാ ദിനം. നെക്സ്റ്റ്, ഇനി പറയുന്നതിൽ കേരളത്തിലെ പ്രധാന തുറമുഖം ഏതാണ്? എവിടെയാണ്? അപ്പോ എന്തായാലും എന്റെ മക്കൾ എന്താണ് ചുമ്മാ ഇരിക്കുകയാണ്, വീട്ടിലിപ്പോ രാത്രിയൊക്കെ ചുമ്മാ ഇരിക്കല്ലോ. ആ സമയത്ത് എൻ്റെ മക്കള് ഇതിന്റെ ആൻസർ എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, മറ്റൊന്ന്, കേരളം ഫോം ചെയ്തത് എപ്പോഴാണ്? കേരള ഫോർമേഷൻ ഡേ എന്നാണ്. അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, രണ്ടെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നാണ്. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു നോക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതേപോലത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് മിസ് ഇനിയും വരും. ബൈ.